നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. നഴ്സിംഗ് അടക്കമുള്ള കോഴ്സുകൾ നിർത്തലാക്കാൻ നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി. ആശങ്കയിൽ വിദ്യാർത്ഥികൾ. 2023 ഓഗസ്റ്റ് മുതലുള്ള IELTS പരീക്ഷാ ഫലങ്ങളിൽ വൻ ക്രമക്കേട്. വിദ്യാർത്ഥികൾ ആശങ്കയിൽ. UK-യിൽ അനധികൃത കുടിയേറ്റം തടയുന്നതിനായി വൻ പദ്ധതികളുമായി ബ്രിട്ടീഷ് ആഭ്യന്തര വകുപ്പ്. മനുഷ്യാവകാശ നിയമങ്ങളിലടക്കം വലിയ മാറ്റങ്ങൾ വരുത്തും. ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ച. ജെറമി കോർബിനും സാറ സുൽത്താനയും നേതൃത്വം നൽകുന്ന ജെറമി പാർട്ടി പിളർപ്പിലേക്ക്. ഇടതുപക്ഷ പാർട്ടിക്കുള്ളിൽ ഉൾപോരുകളും അധികാരത്തിനു വേണ്ടിയുള്ള കലഹങ്ങളും രൂക്ഷം. പൊതുക്കമ്മി നികത്താൻ ചാൻസലർ റേച്ചൽ റീവ്സ് ലക്ഷ്യം വെക്കുന്നത് ഇടത്തരക്കാരെ. പണം സമാഹരിക്കാൻ 10,000-കണക്കിന് വീടുകൾക്കുമേൽ പുതിയ ലെവി ചുമത്തും. ഇംഗ്ലണ്ടിലും വെയിൽസിലും ക്ലോഡിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചതോടെ പല ഗ്രാമങ്ങളും വെള്ളത്തിനടിയിലായി. BBC-ക്കെതിരെ $500 കോടി മാനനഷ്ട കേസ് നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപ്. മാപ്പു പറഞ്ഞിട്ട് കാര്യമില്ല എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം മാർജോറി ടൈലർ ഗ്രീനും തമ്മിലുള്ള തർക്കം മുറുകുന്നു. പരസ്പരം പോര് വിളിച്ച് നേതാക്കന്മാർ. വാർത്തകൾ വിശദമായി. നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി നഴ്സിംഗ് അടക്കമുള്ള കോഴ്സുകൾ നിർത്തലാക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ UK-യിൽ വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. യൂണിവേഴ്സിറ്റിയിൽ ആകെയുള്ളത് 9,200 വിദേശ വിദ്യാർത്ഥികളാണ്. നിലവിൽ പഠിക്കുന്നവരെ ബാധിക്കുന്നില്ല എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ടെങ്കിലും സമരമുഖത്തേക്ക് നീങ്ങാനുള്ള തീരുമാനത്തിലാണ് വിദ്യാർത്ഥികൾ. വിദേശ വിദ്യാർത്ഥികളുടെ വരവ് UK കുടിയേറ്റത്തിനാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് തടയാനുള്ള നടപടികൾ സ്വീകരിച്ചതിന്റെ ആദ്യ ബലിയാടായി നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി മാറുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏകദേശം 9,200 വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്ന നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡന്റ് വിസ നിയമത്തിൽ ബ്രിട്ടൻ വരുത്തിയ മാറ്റങ്ങളോടെ ആയിരക്കണക്കിന് വിദേശ വിദ്യാർത്ഥികളുടെ ഇടിവുണ്ടായതാണ് കോഴ്സുകൾ നിർത്താൻ കാരണം. കോഴ്സുകൾ നിർത്തി പിടിച്ചു നിർത്താനാകുമോ എന്ന ചിന്തയുമായി രംഗത്തെത്താൻ ഇതാണ് പ്രേരിപ്പിച്ചതെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. വിദേശ വിദ്യാർത്ഥികൾ ഇല്ല എങ്കിൽ UK യൂണിവേഴ്സിറ്റികൾക്ക് പിടിച്ചു നിൽക്കാനാകില്ല എന്ന മുന്നറിയിപ്പുകൾ പലപ്പോഴായി എത്തിയിരുന്നെങ്കിലും സാമ്പത്തിക ഞെരുക്കം പിടിമുറുക്കുകയാണ് എന്ന് കാർഡിഫ് യൂണിവേഴ്സിറ്റിക്ക് പിന്നാലെ നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റിയും പറയുമ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് ഉറപ്പാക്കുകയാണ്. കാർഡിഫിൽ 100-കണക്കിന് യൂണിവേഴ്സിറ്റി ജീവനക്കാരെ പിരിച്ചുവിട്ട് പിടിച്ചു നിൽക്കാൻ നടത്തിയ ശ്രമം വാർത്തയായതോടെ താൽക്കാലികമായി മരവിപ്പിച്ചെങ്കിലും നഴ്സിംഗ് അടക്കം ഒട്ടേറെ കോഴ്സുകൾ ഉപേക്ഷിച്ചാണ് നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി പ്രയാസത്തെ തരണം ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അതിനിടെ ഈ തീരുമാനം നിലവിലെ വിദ്യാർത്ഥികളെ ബാധിക്കില്ല എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ സമരരംഗത്താണ് എന്നതും പ്രധാനമാണ്. നവംബർ ഡിസംബർ മാസങ്ങളിലായി 5 ദിവസത്തെ സമരത്തിനാണ് വിദ്യാർത്ഥി സംഘടനകൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നിലവിൽ മോഡേൺ ലാംഗ്സ് ഉൾപ്പെടെ 16 കോഴ്സുകൾ ഉപേക്ഷിക്കുന്നു എന്നാണ് യൂണിവേഴ്സിറ്റി അറിയിക്കുന്നത്. തീർച്ചയായും ഇതിലൂടെ 100-ലേറെ പേരുടെയെങ്കിലും ജോലികളും നഷ്ടമാകാൻ കാരണമാകും. വിദേശ വിദ്യാർത്ഥികളിൽ ഇന്ത്യക്കാർക്ക് വ്യക്തമായ ആധിപത്യം ഉണ്ടായിരുന്ന ക്യാമ്പസാണ് നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി. ഫീസ് ഇളവും കുറഞ്ഞ വാടകയും പാർട്ട് ടൈം ജോലി കിട്ടാനുള്ള സാധ്യതയും ഒക്കെയാണ് നോട്ടിംഗ്ഹാമിനെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ഇടമാക്കി മാറ്റിയത്. ലോകമാകമാനമായി IELTS പരീക്ഷ എഴുതിയവരെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നു. 2023 ഓഗസ്റ്റ് മുതലുള്ള പരീക്ഷകളിൽ ചിലതിന്റെ ഫലങ്ങൾ തെറ്റാണ് എന്നാണ് ആ അറിയിപ്പ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 2 വർഷം എഴുതിയ IELTS പരീക്ഷാഫലം മാറിമറിയും. പരീക്ഷാ ഫലത്തിൽ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച് പരീക്ഷാ നടത്തിപ്പുകാർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. 2023 ഓഗസ്റ്റ് മുതലുള്ള പരീക്ഷകളിൽ ചിലതിന്റെ ഫലങ്ങൾ തെറ്റാണ് എന്ന അറിയിപ്പ് വന്നതോടെ ഇത് പുനരവലോകനം നടത്തി യഥാർത്ഥത്തിൽ ലഭിച്ച സ്കോർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് IELTS അക്കാഡമി ആൻഡ് ജനറൽ ട്രെയിനിംഗ് ടെസ്റ്റുകളുടെ ലിസണിംഗ്, റീഡിംഗ് കമ്പോണന്റുകളെ ബാധിക്കുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് ഈ തെറ്റുകൾക്ക് ഇടയാക്കിയത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. തെറ്റ് തിരുത്തുമ്പോൾ ഒട്ടുമിക്ക ഫലങ്ങളിലും സ്കോർ ഉയരുകയാണെങ്കിലും ചിലതിൽ അത് താഴുന്നുമുണ്ട്. ഈ ടെസ്റ്റ് എഴുതിയവരിൽ ബഹുഭൂരിപക്ഷത്തിനും കമ്പോണന്റ് സ്കോറുകളിലാണ് മാറ്റം വരുന്നത്. ചിലർക്ക് 0.5 ബാൻഡ് സ്കോറുകളിലും മാറ്റം വരുന്നുണ്ട്. 2023 ഓഗസ്റ്റിനും 2025 സെപ്റ്റംബറിനും ഇടയിലായി IELTS ടെസ്റ്റ് എടുത്തവരിൽ ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ സ്കോറിൽ തെറ്റുവന്നതായി അടുത്തിടെയാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് കമ്പനി പറയുന്നു. ഈ കാലഘട്ടത്തിൽ നടന്ന 99% IELTS പരീക്ഷകളുടെയും ഫലം കൃത്യമാണ് എന്നും കമ്പനി പറഞ്ഞു. മാത്രമല്ല ഈ തെറ്റുകൾ വരാനിടയാക്കിയ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതായും കമ്പനി അറിയിച്ചിട്ടുണ്ട്. തെറ്റായി രേഖപ്പെടുത്തിയ സ്കോറുകളുടെ ഉടമകളുമായി ബന്ധപ്പെട്ട് അവരെ പുതിയ സ്കോർ നില അറിയിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് IELTS ടെസ്റ്റുകൾ അത്യന്തം കർശനമായ ഗുണനിലവാര നിയന്ത്രണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞ കമ്പനി ഇത് എല്ലാ വർഷവും ഉറപ്പാക്കാറുണ്ട് എന്നും പറഞ്ഞു. ITP, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ്, ബ്രിട്ടീഷ് കൗൺസിൽ എന്നിവരുടെ സംയുക്ത ഉടമസ്ഥതയിലുള്ള IELTS ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു ഹെൽപ്പ് പേജും ആരംഭിച്ചിട്ടുണ്ട്. പരീക്ഷാർത്ഥികൾക്ക് കൂടുതലായി ഉണ്ടാകാനിടയുള്ള സംശയങ്ങൾക്കുള്ള മറുപടികളാണ് ഈ പേജിൽ ഉള്ളത്.
UK-യിൽ അനധികൃത കുടിയേറ്റം തടയുന്നതിനായി വലിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവരാനാണ് ഇപ്പോൾ ബ്രിട്ടീഷ് ആഭ്യന്തര വകുപ്പിന്റെ ഉദ്യമം. അതോടൊപ്പം മനുഷ്യാവകാശ നിയമങ്ങളിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയേക്കും. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം വരുന്ന തിങ്കളാഴ്ച ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് നടത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. UK-യിൽ അനധികൃത കുടിയേറ്റം തടയുന്നതിനായി വലിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം വരുന്ന തിങ്കളാഴ്ച ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് നടത്തിയേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അനധികൃതമായി എത്തുന്ന കുടിയേറ്റക്കാരെ തടസ്സങ്ങളില്ലാതെ എളുപ്പത്തിൽ നാടുകടത്താൻ കഴിയുന്ന വിധത്തിലായിരിക്കും പുതിയ നിയമങ്ങൾക്ക് രൂപം കൊടുക്കുക എന്നതാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതുപോലെ ബ്രിട്ടനെ അഭയാർത്ഥികൾക്ക് ഏറെ പ്രിയപ്പെട്ട രാജ്യമാക്കുന്ന ചില ഘടകങ്ങൾ എടുത്തു കളയുകയും ചെയ്യും. ആധുനിക കാലത്തെ അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള ഏറ്റവും വലിയ പരിഷ്കരണമായിരിക്കും വരിക എന്നാണ് ഹോം ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഹോം സെക്രട്ടറി നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങളിൽ പലതും ഡാനിഷ് സിസ്റ്റത്തെ മാതൃകയാക്കിയുള്ളതായിരിക്കും എന്നാണ് സൂചന. ഈ സിസ്റ്റത്തിൽ അഭയം നിഷേധിക്കപ്പെടുന്നവരിൽ 95% പേരെയും നാടുകടത്തും. അതുപോലെ കുടുംബങ്ങളെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഡെൻമാർക്കിൽ കർശന നിയന്ത്രണമാണുള്ളത്. അഭയാർത്ഥികളുടെ താൽക്കാലിക താമസം സംബന്ധിച്ചും കർശന നിയന്ത്രണങ്ങളുണ്ട്. അതുപോലെ നീതീകരിക്കാനാകാത്ത വാദങ്ങൾ ഉയർത്തി നാടുകടത്തൽ തടയുവാനോ വൈകിപ്പിക്കാനോ സഹായകമാകുന്ന യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ നിയമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പുനരവലോകനവും ഹോം സെക്രട്ടറി നടത്തുന്നുണ്ട്. ആധുനിക അടിമത്ത നിയമത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ബ്രിട്ടനിൽ എത്തിയ ഉടൻ തന്നെ അഭയാർത്ഥികൾ ഇരകളാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരും. അതല്ലാതെ നാടുകടത്താനുള്ള പ്രക്രിയകൾക്കിടയിൽ അപ്രതീക്ഷിതമായി ഈ വാദം ഉയർത്താൻ കഴിയില്ല എന്ന് ദി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് സ്വമേധയാ നാടുകടത്താൻ കഴിയുന്ന വിദേശ കുറ്റവാളികളുടെ എണ്ണത്തിലും വർധനവ് വരുത്തുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ കുടുംബമായി കഴിയാനുള്ള അവകാശവും തിരികെ നാട്ടിലെത്തിയാൽ മനുഷ്യത്വരഹിതമായ സമീപനം അനുഭവിക്കേണ്ടി വരുമെന്നുമൊക്കെ നാടുകടത്താൻ കാരണമായി അഭയാർത്ഥികൾ ഉയർത്തുന്ന വാദങ്ങളെക്കാൾ പരിഗണന പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് ജഡ്ജിമാർ നൽകേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UK-യിൽ ജെറമി കോർബിനും സാറ സുൽത്താനയും നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ കക്ഷിയായ ജെറമി പാർട്ടി ഒരു വൻ പിളർപ്പിലേക്ക് നീങ്ങുന്നതായി ചില സൂചനകൾ പുറത്തുവന്നു. പാർട്ടിക്കുള്ളിലെ ഉൾപോരുകളും അധികാരത്തിന് വേണ്ടിയുള്ള കലഹങ്ങളും മൂർച്ഛിച്ചു വരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഒരു സ്വതന്ത്ര MP ആയ അണ്ണാൻ ഹുസൈൻ പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ്. ഇവർ പാർട്ടിക്ക് പിറകിലുള്ള ലിമിറ്റഡ് കമ്പനിയുടെ സെക്രട്ടറി കൂടിയായ ബ്ലാക്ക്ബേൺ MP-യുടെ രാജി കോർബിനും സുൽത്താനയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചതിന് ശേഷം പാർട്ടിക്ക് കിട്ടുന്ന മറ്റൊരു തിരിച്ചടിയാണ്. സംഭാവനയായി ലഭിച്ച 8,50,000 പൗണ്ട് പാസ് ചെയ്യുന്നതിന് അനാവശ്യമായി കാലതാമസം ഉണ്ടാക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയിൽ കോർബിനോടൊപ്പം ഒപ്പുവെച്ച 4 സ്വതന്ത്ര MP-മാരിൽ ഒരാളാണ് ഹുസൈൻ. പാർട്ടി വിടുന്ന കാര്യം അറിയിച്ചുകൊണ്ട് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് പാർട്ടിക്കുള്ളിൽ അധികാര കിടമത്സരം വർദ്ധിച്ചു വരികയാണെന്ന കുറ്റപ്പെടുത്തലുള്ളത്. സാമൂഹിക വിഷയങ്ങളിൽ താരതമ്യേന യാഥാസ്ഥിതിക ചിന്തകൾ വെച്ചു പുലർത്തുന്ന ഹുസൈനും മറ്റു ചില സ്വതന്ത്ര MP-മാരും കോർബിന്റെ പാർട്ടിയുമായി ഒത്തുപോകുമോ എന്ന സംശയം ചില രാഷ്ട്രീയ നിരീക്ഷകർ നേരത്തെ ഉന്നയിച്ചിരുന്നു. UK-യിൽ പൊതുക്കമ്മി നികത്തുന്നതിനായി 600 മില്യൺ പൗണ്ട് വരെ സമാഹരിക്കുന്നതിനായി ചാൻസലർ റേച്ചൽ റീവ്സ് ഇടത്തരക്കാരെ ലക്ഷ്യം വെക്കുമെന്ന് സൂചന. 10,000-കണക്കിന് വീടുകൾക്കുമേൽ പുതിയ ലെവി ചുമത്താനാണ് നീക്കം. UK-യിൽ ലെഫ്റ്റ് ബാൻഡിന് മുകളിലുള്ള വീടുകൾക്ക് ഈ ബജറ്റിൽ അധിക കൗൺസിൽ ഏർപ്പെടുത്തുമെന്ന് സൂചന പുറത്തു വന്നതോടെ പൊതുക്കമ്മി നികത്തുന്നതിനായി 600 മില്യൺ പൗണ്ട് വരെ സമാഹരിക്കുന്നതിനായി ചാൻസലർ റേച്ചൽ റീവ്സ് ഇടത്തരക്കാരെ ലക്ഷ്യം വെക്കുമെന്ന് സൂചന വ്യക്തമായി. കൗൺസിൽ ടാക്സ് നിശ്ചയിക്കുന്നതിനായി എഫ് ബാൻഡിലോ അതിനു മുകളിലുള്ള ബാൻഡുകളിലോ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇംഗ്ലണ്ടിലെ 10 വീടുകളിൽ 1 വീതം പുനർമൂല്യനിർണ്ണയം ചെയ്ത് അധിക ചാർജ് ഈടാക്കാനാണ് നീക്കമെന്നാണ് കരുതപ്പെടുന്നത്. ധനികരെ മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ എന്ന സൂചന നൽകി മാർഷൻ ടാക്സ് എന്ന ലേബർ പാർട്ടി വൃത്തങ്ങൾ വിളിക്കുന്ന ഈ അധിക നികുതി പക്ഷേ ബാൻഡ് എഫ് വീടുകളിൽ താമസിക്കുന്ന 13 ലക്ഷത്തോളം വരുന്ന ഇടത്തരം കുടുംബങ്ങളിൽ ഒരു ഭാഗത്തെയും ബാധിച്ചേക്കും. വില കൂടുതലുള്ള ലണ്ടനിലെയും തെക്കുകിഴക്കൻ ഇംഗ്ലണ്ടിലെയും വീടുകളിൽ താമസിക്കുന്നവരെയാണ് ഈ സർചാർജ് പ്രധാനമായും ബാധിക്കുക. നിലവിലുള്ള ശരാശരി 3,293 പൗണ്ടിന്റെ നികുതിക്ക് പുറമെ 100 കണക്കിന് പൗണ്ട് പ്രതിവർഷം അവർ നൽകേണ്ടതായി വരും. അതേസമയം വില കൂടിയ FGH ബാൻഡ് വീടുകളിൽ താമസിക്കുന്ന ഏകദേശം 1.5 ലക്ഷത്തോളം പേർ ഓരോ വർഷവും 1000-കണക്കിന് പൗണ്ട് അധികമായി നൽകേണ്ടി വരും. ഇംഗ്ലണ്ടിലെ മൊത്തം വീടുകളിൽ 10% വരുന്ന ഇത്തരം 24 ലക്ഷം വീടുകളുടെ പുനർമൂല്യനിർണ്ണയം ധനകാര്യ വകുപ്പ് നടത്തും. 3 ലക്ഷത്തോളം വരുന്ന ഏറ്റവും വില കൂടിയ വീടുകൾക്കായിരിക്കും കൗൺസിൽ ടാക്സ് സർചാർജ് ബാധകമാവുക എന്നാണ് കരുതപ്പെടുന്നത്. രാജ്യത്തിന്റെ സമ്പദ്ഘടനയിലേക്ക് ഏകദേശം 25 ബില്യൺ പൗണ്ട് സമാഹരിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് റീവ്സ് ഇതിനെ കാണുന്നത്. നേരത്തെ വരുമാന നികുതി ഉയർത്താനുള്ള പദ്ധതി തയ്യാറാക്കിയിരുന്നെങ്കിലും സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പ് ശക്തമായതിനാൽ അത് ഉപേക്ഷിക്കേണ്ടതായി വന്നു. ചില പ്രദേശങ്ങളിൽ 25% വീടുകളുടെ വരെ പുനർമൂല്യനിർണ്ണയം നടത്തും.
ലണ്ടനിലെയും തെക്ക് കിഴക്കൻ ലണ്ടനിലെയും 15% വീടുകൾക്കെങ്കിലും സർചാർജ് നൽകേണ്ടതായി വരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇംഗ്ലണ്ടിലും വെയിൽസിലും ക്ലോഡിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചതോടെ പല ഗ്രാമങ്ങളും വെള്ളത്തിനടിയിലായി. കൊടുങ്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 90-ലധികം മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നതിനിടയിലാണിത്. വടക്കൻ ഇംഗ്ലണ്ടിനെയും തെക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിനെയും വെയിൽസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മഞ്ഞ മുന്നറിയിപ്പ് ഇന്നലെ രാവിലെ 6 മണിയോടെ പിൻവലിച്ചെങ്കിലും അപകടകരമായ സാഹചര്യത്തിന് അയവ് വരുന്ന ലക്ഷണമില്ല. ഇന്നലെ രാവിലെ നാച്ചുറൽ റിസോഴ്സസ് വെയിൽസ് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിതീവ്രമായ കാലാവസ്ഥയിൽ സാധാരണ ജീവിതം സ്തംഭിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. മോൺമത്തിലും ഇന്നലെ ഗുരുതരാവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത്. പോലീസും പാരാമെഡിക്സും മൗണ്ടൻ റെസ്ക്യൂ, തീരദേശ സംരക്ഷണ സേനാ വിഭാഗങ്ങളും രാത്രിയിലും രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. ചിലയിടങ്ങളിൽ ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കേണ്ടതായും വന്നു. അയർലൻഡിന്റെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കമെത്തി. പലയിടങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ആയിരക്കണക്കിന് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ഒരു ബ്രിട്ടീഷ് എയർലൈൻ കമ്പനി അടച്ചുപൂട്ടുകയും ഉടനടി പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ സർവീസുകളെല്ലാം റദ്ദാക്കുകയും ചെയ്തതോടെ യാത്രക്കാർ പെരുവഴിയിലായി. ചാനൽ ഐലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്ലൂ ഐലൻഡ്സ് എന്ന കമ്പനിയാണ് വിമാനങ്ങളെല്ലാം നിലത്തിറക്കി പ്രവർത്തനം നിർത്തിയത്. ബ്രിട്ടീഷ് ഐൽസിലെ വിവിധ ഇടങ്ങളിലേക്കും അതിനു പുറത്തേക്കും കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി സർവീസുകൾ നടത്തി വരികയായിരുന്നു ഈ കമ്പനി. ഏകദേശം 100ഓളം ജീവനക്കാരാണ് കമ്പനിയിലുള്ളത്. ജേഴ്സി ആസ്ഥാനമായ കമ്പനി ഉടമകളാണ് പ്രവർത്തനം നിർത്തിവെക്കുന്നതായും ബുക്കിംഗുകളെല്ലാം റദ്ദാക്കുന്നതായും വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചത്. ഗ്യൂവൻസി ആസ്ഥാനമായുള്ള ബ്ലൂ ഐലൻഡ്സ് 5 ATR 72 വിമാനങ്ങളായിരുന്നു പ്രവർത്തിപ്പിച്ചിരുന്നത്. പ്രധാനമായും ജേഴ്സിയെ ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ, എക്സെറ്റർ, സൗത്താംപ്ടൺ വിമാനത്താവളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നവയായിരുന്നു. ഈ സർവീസുകൾ നേരിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവർ അവരുടെ ബാങ്കിനെയോ പേയ്മെന്റ് കാർഡ് ദാതാവിനെയോ സമീപിക്കുവാനാണ് കമ്പനി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോഡ്ഷെയർ പാർട്ണറായ ഓറിഗ്നി വഴി ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഓറിഗ്നിയെ സമീപിക്കാനും നിർദ്ദേശമുണ്ട്. കോഡ്ഷെയർ പാർട്ണറായ ഓറിഗ്നി വഴി ബുക്ക് ചെയ്തിട്ട് അതുപോലെ ഏജന്റുമാർ വഴിയോ ഹോളിഡേ കമ്പനികൾ വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് അവരെ സമീപിക്കാവുന്നതാണ്. ജേഴ്സി സർക്കാർ നേരത്തെ 8.5 മില്യൺ പൗണ്ട് ബ്ലൂ ഐലൻഡ്സിന് ധനസഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും 2025 ഓഗസ്റ്റിലെ റിപ്പോർട്ട് കാണിക്കുന്നത് അതിൽ 7 മില്യൺ പൗണ്ട് ഇനിയും നൽകാനുണ്ട് എന്നാണ്. നീണ്ടകാലം മരുന്നുകളുമായി പൊരുതിയ ശേഷം ജീവിതം തിരിച്ചുപിടിച്ച മിടുക്കിയായ മകൾ UK-യിൽ പഠിക്കാനെത്തുമ്പോൾ കുടുംബത്തിന്റെ എല്ലാ സങ്കടങ്ങളും മാറുകയാണെന്ന പ്രതീക്ഷയിലായിരുന്നു കുന്നത്തുനാട്ടിലെ എളമ്പകപ്പള്ളി ഗ്രാമത്തിലെ പോളച്ചൻ എന്നറിയപ്പെടുന്ന പോളും കുടുംബവും. ഒരേ പ്രസവത്തിൽ പിറന്ന 3 പെൺമക്കളിൽ ഒരാളായ അനീന കാർഷിക സുസ്ഥിരത എന്ന വിഷയത്തിൽ മാസ്റ്റേഴ്സ് പഠനത്തിന് UK-യിൽ എത്തുമ്പോൾ സ്വപ്നം കാണാൻ 1000 പ്രതീക്ഷകളായിരുന്നു കുടുംബത്തിന്. എന്നാൽ അനീന കോഴ്സ് പൂർത്തിയാക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം മുന്നിൽ നിൽക്കെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അവളെ തേടി മരണമെത്തിയത്. കഴിഞ്ഞ മാസം അവസാനം ഏതാനും ദിവസം ജീവനും മരണത്തിനുമിടയിൽ അവൾ ഇൻഫോർട്സ് കിങ്സ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ നാട്ടുകാർ മാത്രമല്ല UK-യിൽ പ്രിയപ്പെട്ടവരും അവൾക്കായി നിരന്തരം പ്രാർത്ഥനയിലായിരുന്നു. എന്നാൽ മസ്തിഷ്ക മരണം സംഭവിച്ചുവെന്ന് ഉറപ്പായ വൈദ്യസംഘം ആ വിവരം ഏറെ പ്രയാസത്തോടെ കുടുംബത്തെ അറിയിച്ച ശേഷമാണ് ജീവൻ രക്ഷാ ഉപകരണങ്ങളിൽ നിന്നും അനീനയെ വേർപെടുത്തിയത്. അനീനയുടെ ഭൗതിക ശരീരം വരുന്ന ബുധനാഴ്ച 19-ാം തീയതി 11 മണിയോടുകൂടി നാട്ടിലെത്തി. 2:30 അവരുടെ ഇടവകയായ അയമുറി തിരുഹൃദയ ദേവാലയത്തിൽ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നതിനുള്ള തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. അതേസമയം 25,250 പൗണ്ടാണ് അനീനയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുവാനും കുടുംബത്തിന് ആശ്വാസമാകാനുമായി കൈമാറിയത്. കൈൻഡ് ലിങ്ക് വഴി 21,154 പൗണ്ടും ഗിഫ്റ്റ് എയ്ഡ് തുകയായി 3,370 പൗണ്ടും ലഭിച്ചപ്പോൾ ഇതിൽ നിന്നും കൈൻഡ് ലിങ്ക് ഫീസായി 634 പൗണ്ടാണ് നൽകിയത്. അതു കിഴിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിച്ച 1,346 പൗണ്ട് കൂടി ചേർക്കുകയും ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷന്റെ ജനറൽ ഫണ്ടിൽ നിന്ന് 14 പൗണ്ട് കൂടി ചേർക്കുകയും ചെയ്താണ് 25,250 പൗണ്ട് അനീനയ്ക്കായി സമാഹരിച്ചതും കൈമാറിയത്. BBC-യെ വിടാതെ പിന്തുടർന്നുകൊണ്ട് വീണ്ടും തുടർച്ചയായ ഭീഷണി മുഴക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ 2 പ്രസംഗങ്ങൾ എഡിറ്റ് ചെയ്ത് ഒറ്റ പ്രസംഗ ഭാഗമെന്ന് തോന്നുന്ന വിധം ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ച സംഭവത്തിൽ BBC-ക്കെതിരെ $500 കോടി മാനനഷ്ട കേസ് നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. 2 പ്രസംഗങ്ങൾ എഡിറ്റ് ചെയ്ത് ഒറ്റ പ്രസംഗ ഭാഗമെന്ന് തോന്നും വിധം ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ച സംഭവത്തിൽ BBC-ക്കെതിരെ $500 കോടി മാനനഷ്ട കേസ് നൽകുമെന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പിന്നെയും വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവത്തിൽ BBC മാപ്പ് പറഞ്ഞിരുന്നു. എന്നാൽ മാപ്പ് പറഞ്ഞാൽ മാത്രം പോരാ എന്നും തനിക്കുണ്ടായ അപകീർത്തിക്കും സാമ്പത്തിക തിരിച്ചടിക്കും നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ട്രംപിന്റെ ആവശ്യം. BBC ചെയ്ത തെറ്റ് സമ്മതിച്ചു മാപ്പ് പറഞ്ഞതിനെ മാനിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് $500 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഉടൻ കേസ് ഫയൽ ചെയ്യും. 2020-ലെ
US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ട്രംപ് ജോ ബൈഡന്റെ ജയം അംഗീകരിക്കാതെ നടത്തിയ 2 പ്രസംഗത്തിലെ ഭാഗങ്ങളാണ് BBC ഉപയോഗിച്ചത്. 2 വ്യത്യസ്ത ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് കലാപത്തിന് ആഹ്വാനം നൽകി എന്ന് സൂചിപ്പിക്കും വിധമാണ് BBC ഡോക്യുമെന്ററിയിൽ ചേർത്തത്. 2024 ട്രംപ് വീണ്ടും മത്സരിച്ചപ്പോൾ ഈ പ്രസംഗ ഭാഗങ്ങൾ ഉപയോഗിച്ച് ട്രംപ് എ സെക്കൻഡ് ചാൻസ് എന്ന ഡോക്യുമെന്ററി BBC പനോരമ വിഭാഗം സംപ്രേഷണം ചെയ്യുകയായിരുന്നു. സംഭവം വിവാദമായതോടെ BBC ഡയറക്ടർ ജനറൽ ടീം ഡേവിയും വാർത്താ വിഭാഗം അധ്യക്ഷ ദെബോറ ഡേണസും രാജിവെച്ചിരുന്നു. എപ്സ്റ്റീൻ കേസ് ഫയലുകൾ പൊതുജനങ്ങൾക്ക് നൽകണമെന്ന വിഷയത്തെ ചുറ്റിപ്പറ്റി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ ദീർഘകാല സുഹൃത്തുമായ റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം മാർജോറി ടൈലർ ഗ്രീനും തമ്മിൽ കടുത്ത തർക്കം പൊട്ടിപ്പുറപ്പെട്ടു. ട്രംപിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മാർജോറി കഴിഞ്ഞ ദിവസം രൂക്ഷമായ പ്രതികരണം നടത്തി. സോഷ്യൽ മീഡിയയിലെ വാഗ്വാദങ്ങൾ മൂലം ട്രംപും മാർജോറി ടൈലർ ഗ്രീനും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി തകരാറിലായിരിക്കുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളിലായി നിലനിന്ന വിമർശനങ്ങൾ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ട്രംപ് നടത്തിയ കടുത്ത സോഷ്യൽ മീഡിയ ആക്രമണങ്ങളോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഗ്രീനെ സോഷ്യൽ മീഡിയയിൽ വാക്കിയെന്നും രാജ്യദ്രോഹിയെന്നും വിളിച്ച ട്രംപ് ഒരു പടി കൂടി കടന്ന് അടുത്ത വർഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അവരെ തോൽപ്പിക്കണമെന്നും അതിനു താൻ പിന്തുണ നൽകുമെന്നും കൂടി പ്രഖ്യാപിച്ചതോടെയാണ് വിവാദം കടുത്തത്. ട്രംപിന്റെ പരാമർശത്തിന് ശക്തമായ മറുപടിയുമായി ഗ്രീൻ രംഗത്തെത്തി. എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവരുന്നത് തടയാൻ ട്രംപ് ശ്രമിക്കുകയാണെന്നും ഇതിനായി തനിക്കെതിരെ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയാണ് എന്നും താൻ ഭീഷണികൾ നേരിടുന്നതിന് കാരണം ട്രംപിന്റെ പ്രസ്താവനകളാണ് എന്നും അവർ ആരോപിച്ചു. ഹൗസ് അടുത്ത ആഴ്ച എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടുന്നതിനെ കുറിച്ച് വോട്ടെടുപ്പ് നടത്താനിരിക്കെ പരസ്യമായി പുറത്തുവന്ന ഈ തർക്കം ഇതുവരെ ട്രംപിന്റെ കടുത്ത പിന്തുണക്കാരിയായിരുന്ന ഗ്രീന്റെ നിലപാടിൽ വലിയ മാറ്റമുണ്ടായതിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 116.75 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.13 യൂറോ, ഒരു US ഡോളർ 88.66 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 103.02 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.32 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 63.21 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഡൽഹി സ്ഫോടനത്തിന് ഉപയോഗിച്ചത് അതീവ അപകടകാരിയായ ട്രയാസിഡോൺ ട്രൈപെറോക്സൈഡ് ആണെന്ന് സൂചന. സാത്താൻ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന TATPക്ക് സ്ഫോടനമുണ്ടാക്കാൻ ഡിറ്റനേറ്ററിന്റെ ആവശ്യമില്ല എന്നും ചൂട്, ഘർഷണം, ഷോക്ക് എന്നിവ കാരണം ഇവ പൊട്ടിത്തെറിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഡൽഹി സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച കാറിനുള്ളിൽ ഉണ്ടായിരുന്ന IETയുടെ പ്രധാന ഘടകം TATP ആയിരിക്കാമെന്ന് അന്വേഷണ വിഭാഗത്തിന്റെ നിഗമനം. ഇത് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഫോറൻസിക് വിദഗ്ധർ. 2017 ബാഴ്സലോണയിലെയും മാഞ്ചസ്റ്ററിലെയും 2015 പാരീസിലെയും 2016 ബ്രസൽസിലെയും ഭീകരാക്രമണങ്ങളിൽ TATP ആണ് ഉപയോഗിച്ചിരുന്നത്. ഇത്തരം ബോംബുകൾ നിർമ്മിക്കുന്നവർക്ക് പ്രത്യേക പരിശീലനം ഭീകര സംഘടനകളിൽ നിന്ന് ലഭിച്ചുവെന്നാണ് കരുതപ്പെടുന്നത്. ഡൽഹി സ്ഫോടനം നടന്ന സ്ഥലത്തും കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിലും ആണി പോലെയുള്ള കൂർത്ത വസ്തുക്കൾ കണ്ടെടുത്താൻ കഴിയാതിരുന്നതും TATP സ്ഫോടനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. നേരത്തെ അമോണിയം നൈട്രേറ്റ് ആണ് സ്ഫോടനത്തിന് കാരണമായത് എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതിനിടെ കേസിലെ മുഖ്യപ്രതി ഡോക്ടർ ഉമർ മുഹമ്മദ് നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ 20 ലക്ഷത്തോളം രൂപ സമാഹരിച്ചെന്നും സൂചനയുണ്ട്. ഏതാനും ഹവാല ഇടപാടുകാരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. UPയിലെ സോൻഭദ്ര ജില്ലയിൽ ശനിയാഴ്ച ഉച്ചയ്ക്കുണ്ടായ ക്വാറി ദുരന്തത്തിൽ ഒരാൾ മരിച്ചു. ക്വാറിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണാണ് അപകടം സംഭവിച്ചത്. 15 പേർ ക്വാറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. UPയിലെ സോൻഭദ്ര ജില്ലയിൽ ശനിയാഴ്ച ഉച്ചയ്ക്കുണ്ടായ ക്വാറി ദുരന്തത്തിൽ ഒരാൾ മരിക്കുകയും 15 പേർ ക്വാറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയുമാണ്. ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഒബ്രയിലെ ബില്ലി മർക്കുണ്ടി ഗ്രാമത്തിലാണ് അപകടം നടന്നത്. NDRFന്റെയും സംഘങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തതിനു ശേഷം മാത്രമേ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു. ക്വാറിക്ക് 500 മീറ്ററോളം ആഴമുള്ളതായാണ് നിഗമനം. അപകടം നടക്കുമ്പോൾ 15ഓളം തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കംപ്രസർ മെഷീനുകൾ ഉപയോഗിച്ച് തൊഴിലാളികൾ പാറ തുറക്കുന്ന ഘട്ടത്തിലാണ് അപകടം നടന്നത്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ UP മന്ത്രി സഞ്ജീവ് ഗോണ്ടും സ്ഥലത്തെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തൃക്കണ്ണാപുരം വാർഡിൽ BJP പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു. തൃക്കണ്ണാപുരം വാർഡിൽ സ്ഥാനാർത്ഥിയായി BJP പരിഗണിച്ചിരുന്ന ആനന്ദ് K തമ്പിയാണ് ആത്മഹത്യ ചെയ്തത്. സീറ്റ് ലഭിക്കാത്തതിൽ മനം തൊന്നാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് വിവരം.
മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് വാട്സാപ്പിലൂടെ ആത്മഹത്യാക്കുറിപ്പ് അയച്ച ശേഷമാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തത്. അതിനു പിന്നാലെ സീറ്റ് നിഷേധിച്ചതിൽ മനം നൊന്ത് മറ്റൊരു BJP പ്രവർത്തക ആത്മഹത്യയ്ക്കും ശ്രമിച്ചു. നെടുമങ്ങാട് നഗരസഭയിലെ പനൈക്കോട്ടല വാർഡിലെ യുവതിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മഹിളാ മോർച്ചയുടെ ജില്ലാ നേതാവ് കൂടിയാണ് ഇവർ. ഇന്ന് പുലർച്ചെയാണ് നെടുമങ്ങാട് വീട്ടിൽ യുവതി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. യുവതിയുടെ മകനാണ് ഞരമ്പ് മുറിച്ച നിലയിൽ ഇവരെ കണ്ടെത്തിയത്. പ്രാദേശിക RSS നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച BJP വനിതാ നേതാവ് ഉന്നയിക്കുന്നത്. സംഘത്തിന്റെ പ്രാദേശിക നേതാക്കൾ തന്നെ വ്യക്തിഹത്യ നടത്തിയെന്നും ഇതിൽ മനം നൊന്താണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നും യുവതി പറഞ്ഞു. സംസ്ഥാന ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധനാ ഫലം തയ്യാറായിട്ടും കഴിഞ്ഞ 5 വർഷമായി പോലീസ് ഏറ്റെടുക്കാത്തത് 396 ഡിജിറ്റൽ തെളിവുകൾ. അന്വേഷണ ഉദ്യോഗസ്ഥരെ പലകുറി ബന്ധപ്പെട്ടിട്ടും ഏറ്റെടുക്കാൻ ആളെത്താതെ വന്നതോടെയാണ് 198 കേസുകളിലെ പരിശോധന കഴിഞ്ഞ 396 ഡിജിറ്റൽ ഉപകരണങ്ങളും റിപ്പോർട്ടുകളും ലാബിൽ കെട്ടിക്കിടക്കുന്നത്. വിവിധ കോടതികളുടെ നിർദ്ദേശപ്രകാരം കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ ലാബിലെത്തിച്ച ഉപകരണങ്ങളാണ് ഇവ റിപ്പോർട്ട് സഹിതം തിരിച്ച് കോടതിയിലെത്താതായതോടെ കേസുകളുടെ തുടർ നടപടികൾ നിലച്ചു. പോലീസ് അനാസ്ഥ മൂലം ലാബിന്റെ ഷെൽഫിലിരിക്കുന്നവയിൽ 320 എണ്ണം മൊബൈൽ ഫോണുകളാണെന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ പറയുന്നു. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്കു കീഴിലാണ് പോലീസും ലാബും പ്രവർത്തിക്കുന്നത്. IPL താരലേലത്തിനു മുൻപേ ടീമിൽ നിലനിർത്തിയവരുടെയും വിട്ടുകളഞ്ഞവരുടെയും പട്ടിക പുറത്തുവിട്ടതിനു പിന്നാലെ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ്. ഋതുരാജ് ഗേക്വാദാകും അടുത്ത സീസണിൽ ചെന്നൈ നയിക്കുക. 2024 ടീമിന്റെ സ്ഥിരം ക്യാപ്റ്റനായി നിയോഗിക്കപ്പെട്ട ഗേക്വാദ് കഴിഞ്ഞ സീസണിന്റെ പാതിക്കാലത്ത് പരിക്കിനെ തുടർന്ന് ക്യാപ്റ്റൻസി വീണ്ടും MS ധോണിക്ക് കൈമാറിയിരുന്നു. സഞ്ജു സാംസന്റെ വരവോടെ ക്യാപ്റ്റൻ ആരാകുമെന്ന ആകാംക്ഷ ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്നു. ആ സസ്പെൻസ് ആണ് ചെന്നൈ തുടക്കത്തിൽ തന്നെ പൊളിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഴ്സിംഗ് അടക്കമുള്ള കോഴ്സുകൾ നിർത്തലാക്കാൻ നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റി. ആശങ്കയിൽ വിദ്യാർത്ഥികൾ. 2023 ഓഗസ്റ്റ് മുതലുള്ള IELTS പരീക്ഷാ ഫലങ്ങളിൽ വൻ ക്രമക്കേട്. വിദ്യാർത്ഥികൾ ആശങ്കയിൽ. UK-യിൽ അനധികൃത കുടിയേറ്റം തടയുന്നതിനായി വൻ പദ്ധതികളുമായി ബ്രിട്ടീഷ് ആഭ്യന്തര വകുപ്പ്. മനുഷ്യാവകാശ നിയമങ്ങളിലടക്കം വലിയ മാറ്റങ്ങൾ വരുത്തും. ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ച. ജെറമി കോർബിനും സാറ സുൽത്താനയും നേതൃത്വം നൽകുന്ന ജെറമി പാർട്ടി പിളർപ്പിലേക്ക്. ഇടതുപക്ഷ പാർട്ടിക്കുള്ളിൽ ഉൾപോരുകളും അധികാരത്തിനു വേണ്ടിയുള്ള കലഹങ്ങളും രൂക്ഷം. പൊതുക്കമ്പി നികത്താൻ ചാൻസലർ റേച്ചൽ റീവ്സ് ലക്ഷ്യം വെക്കുന്നത് ഇടത്തരക്കാരെ. പണം സമാഹരിക്കാൻ 10,000-കണക്കിന് വീടുകൾക്കുമേൽ പുതിയ ലവി ചുമത്തും. ഇംഗ്ലണ്ടിലും വെയിൽസിലും ക്ലോഡിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചതോടെ പല ഗ്രാമങ്ങളും വെള്ളത്തിനടിയിലായി. BBC-ക്കെതിരെ $500 കോടി മാനനഷ്ട കേസ് നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപ്. മാപ്പു പറഞ്ഞിട്ട് കാര്യമില്ല എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം മാർജോറി ടൈലർ ഗ്രീനും തമ്മിലുള്ള തർക്കം മുറുകുന്നു. പരസ്പരം പോര് വിളിച്ച് നേതാക്കന്മാർ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.